കഴിഞ്ഞ ദിവസം ഒരു ഫാം ഷോപ്പിൽ പോയിട്ട് സോസേജും ബർഗറൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് വാങ്ങിച്ചത് തന്നെയാണ് ഈ മിക്സഡ് നട്ട്സ് ഇൻ ഷെൽ. ഇതിൽ 4 ടൈപ്പ് നട്ട്സാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തോളൂ. ഇതിൽ 2 എണ്ണം ഏതാണെന്ന് ഞാൻ പറയുന്നുണ്ട്, 2 എണ്ണം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു സമയത്ത് ഞാൻ ഓർഗാനിക് ഫുഡ്സ് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഈ നട്ട്സ് പോലും ഷെല്ലിലുള്ളതാണ് കഴിച്ചിരുന്നത്. കാരണം പൊട്ടിച്ചിട്ടുള്ള നട്ട്സിൽ എന്തൊക്കെ അടിച്ചിട്ട് അവർ വിൽക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഏറ്റവും വലിയ നട്ട് ഞാനിവിടെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. നട്ട് ക്രാക്കർ വെച്ചിട്ടാണ് ഞാൻ ക്രാക്ക് ചെയ്തൊരു പെസ്ലൻ മോട്ടറിൻ്റെ സാധനം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നട്ട് ക്രാക്കർ വർക്ക് ചെയ്തില്ലെങ്കിൽ കുത്താമെന്ന് വിചാരിച്ചിട്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് നട്ടാന്ന്. ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു നട്ട്, ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു നട്ടാണ്, എല്ലാവരും കഴിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ നാവിന് ചൊറിച്ചിൽ വരുന്നൊരു നട്ടുമാണിത്. അതുകൊണ്ട് ഞാൻ സ്മൂത്തിയിൽ ഇട്ടിട്ട് സോക്ക് ചെയ്തിട്ട് കഴിക്കാറ്. മനസ്സിലായല്ലോ, വാൾനട്ടായിരുന്നു അത് കേട്ടോ. രണ്ടാമത്തെ നട്ട് ഞാൻ പൊട്ടിച്ചു. ക്യാമറ ഒരു കയ്യിലുള്ളതുകൊണ്ട് ക്യാമറ താഴെ വെച്ചിട്ട് ഞാൻ നട്ട് ക്രാക്കർ വെച്ചിട്ട് ഇനി അത് പൊട്ടിച്ചത് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ത് നട്ടാന്ന്. അത്രയ്ക്ക് അങ്ങോട്ട് ഫേമസ് അല്ല ഇത്, പക്ഷേ എന്നാലും നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു നട്ടാണിത്. അതിൻ്റെ പകുതി ഭാഗം എടുത്ത് കാണിക്കും ഇപ്പം ഞാൻ. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. നട്ട് ക്രാക്കർ വെച്ചിട്ട് തന്നെ ഞാൻ അത് പൊട്ടിച്ചതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യത്തെ 2 ഒക്കെ നോക്കിയേ, മനസ്സിലായില്ലേ? പീക്കൻ നട്ട്സാണ് ഇത് കേട്ടോ. ഇതെനിക്ക് റോസ്റ്റ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. പച്ചയ്ക്ക് കഴിക്കാനൊക്കെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു നട്ടാണിത്. പക്ഷേ ഈ ഷെല്ലിലുള്ള നട്ട് പൊട്ടിച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് 3ാമത്തെ നട്ട്. ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഈ നട്ട്. ഈ സാധനം വെച്ചിട്ട് എനിക്കിത് പൊട്ടിക്കാൻ പറ്റിയില്ല, നട്ട് ക്രാക്കർ. അവസാനം ഞാൻ ആ വെയ്റ്റ്സ് വെച്ചിട്ട് കുത്തിയിട്ടാണ് അത് പൊട്ടിച്ചത് കേട്ടോ. അപ്പോൾ 4ാമത്തെ നട്ട് എടുത്തു. ഇത് ഏറ്റവും കുഞ്ഞൻ നട്ടാണ് നമ്മുടെ സെലക്ഷനിലത്തെ. ഈ സാധനം വെച്ചിട്ട് പൊട്ടിക്കാൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ദിസ് വാസ് ദ ടഫസ്റ്റ് നട്ട് ടു ക്രാക്ക്. അവസാനം ഇത് പൊട്ടിയിട്ടുണ്ട് എങ്ങനെയൊക്കെ അത്, പക്ഷേ ചിന്നിച്ചതറിപ്പോയി. എനിക്കൊരു കഷ്ണം പോലും കിട്ടിയില്ല. കണ്ട തുണ്ടൊക്കെയാണ്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല. പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നട്ടാണ്. നമ്മൾ ഇങ്ങനെയല്ല കഴിക്കാറെന്ന് മാത്രം, വേറൊരു സാധനത്തിൻ്റെ ഉള്ളിലാണ് നമ്മളിത് കഴിക്കാറ്. അപ്പോൾ വെയ്റ്റ്സ് അവിടെ ഇരിക്കുന്നുണ്ട്, അത്യാവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാനായിട്ട്. ആദ്യം നമുക്ക് ഈ പെസ്റ്റലൻ മോട്ടറിൻ്റെ സാധനം വെച്ചിട്ടൊന്ന് കുത്തി വെക്കാമല്ലേ. ഇതിനെ ഹോളായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കണ്ടേ. അപ്പോൾ അത് വെച്ച് ഞാൻ കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവസാനം അത് വെച്ചൊരു കുത്തിയോട് കൂടി ചീനി ചെതറിയിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ഷെല്ലാണ് പൊട്ടിയേക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു കഷ്ണം എവിടെയുണ്ട്, ഒരു കഷ്ണം വെടിയുണ്ട്. അത് നട്ട് എവിടെ പോയി? അത് താഴെ വീണുണ്ട്. ഇതെന്തിട്ട് ഇതിന് വാലൊക്കെ ഉണ്ട്, വാലുള്ള നട്ടോ. അംബ്ലിക്കൽ കോഡാന്ന് തോന്നുന്നുണ്ട് നട്ടിൻ്റെ. നോക്കിയേ, ഒരു വലിയ കറുത്ത കടലയുടെ പോലെ ഇല്ലേ? മനസ്സിലായി എന്താണെന്ന്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ സ്കിന്നോട് കൂടിയിട്ടാവില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക.